ഹലോ ഗേസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കണ്ട് സപ്പോർട്ട് തരൂ, ലൈക്ക് അടിക്കൂ, കമൻ്റ് ഇടൂ. അങ്ങനെ ഞങ്ങളിതാ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും മോളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ റേഷൻ കടയ്ക്ക് പോവാണ്. അരി വന്നിട്ടുണ്ട്, അരി വാങ്ങാൻ വേണ്ടി പോവാണ്. അരിയും നമ്മുടെ ഗോതമ്പ് മാവും മണ്ണെണ്ണയെല്ലാം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. കുറച്ച് ദൂരം മീൻസ് അങ്ങനെയല്ല, ഞങ്ങളപ്പോൾ അങ്ങനെ ഒരു ലോങ് ട്രിപ്പ് അങ്ങനെ പോവാമെന്ന് വെച്ചിട്ട്. ലോങ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ആയിട്ട് പോകാമെന്ന് വെച്ച് റേഷൻ കടയിൽ പോയപ്പോൾ ഭയങ്കര തിരക്ക്. അപ്പം ഞാനും മോളും കൂടി അങ്ങനെ കുറച്ചങ്ങ് ദൂരം പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, അതിനു വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാന്ന്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥലങ്ങളൊക്കെ ഇതാണ് ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ കേട്ടോ. ഇങ്ങനെ ഇതിലൂടെയാണ് ഞങ്ങളുടെ ബസ്സൊക്കെ വരുന്നത്. ബസ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ റോട്ടിൽ കൂടെയാണ്. അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. കുറേ റബ്ബറും പിന്നെ കുറേ പാടങ്ങളും എല്ലാം ഉണ്ട്. പാടങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞ് ഇപ്പോൾ ഏകദേശം നടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇതാ നമ്മുടെ കാടൊക്കെയാണ് ഇവിടെ. ഭയങ്കര കാടും കാര്യങ്ങളൊക്കെയാണ്. കുറേ കുന്നുകളുണ്ട്. കുന്നൊക്കെ ഇറങ്ങി അങ്ങനെ ഞാനും മോളും കൂടി അങ്ങനെ ചുമ്മാ ഒരു വീട്ടിലിരുന്നപ്പോൾ നമ്മൾക്ക് ബോറടിച്ച്. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി. റേഷൻ കടയിൽ പോയപ്പോൾ നെറ്റൊന്നും വരുന്നില്ല. അവിടെ ഇപ്പോൾ നെറ്റിൻ്റെ ആണല്ലോ കയ്യൊക്കെ വയ്ക്കണ്ടേ, നെറ്റും വരുന്നില്ല. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ട്രിപ്പ് എടുത്തത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെയൊക്കെയാണ് ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു സ്കൂളുണ്ട്. കുറച്ച് അങ്ങോട്ട് പോകണം. സ്കൂളിലേക്ക് നമുക്ക് കിട്ടില്ല. ഇതാണ് സ്കൂളിൻ്റെ ഒരു പോകുന്ന റോഡും കാര്യങ്ങളും കേട്ടോ. ഇതാണ് സ്കൂൾ വഴി. അതപ്പോൾ കണ്ടില്ലേ, അതാണ് സ്കൂൾ വഴി. ഇതാണ് എന്താ പറയുക, നന്നായിട്ടുണ്ടോ ഞങ്ങളുടെ ഗ്രാമങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ഗ്രാമവും കാര്യങ്ങളൊക്കെ കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. വന്ന് കാണേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഗ്രാമം. അത്രയും സൂപ്പറായിട്ടുള്ള സ്ഥലമാണ്. ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വന്ന് കണ്ടാൽ തന്നെ അതൊക്കെ മനസ്സിലാവത്തുള്ളൂ. നമ്മൾ പിന്നെ യാത്ര തുടങ്ങി. ഒരു അമ്പലം ഉണ്ട് കേട്ടോ. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. ദൂരേന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കണ്ടില്ലേ, അയ്യപ്പൻ്റെ അമ്പലമാണ് കേട്ടോ. അത് അമ്പലമാണ്. കണ്ടോ. പിന്നെ കുറേ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അർജൻറ്റീനയുടെയും ബ്രസീലിൻ്റെയും അയ്യോ ഒന്നും പറയണ്ട. ഇവിടെ ഫുള്ള് ഫുട്ബോൾ താരങ്ങളുടെ ഇത് തന്നെയാണ്. ഇപ്പോൾ കാണാം, നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഒരു ഫ്ലെക്സൊക്കെ വെച്ചിട്ട്. അതുകൊണ്ടോ അമ്പലം സൂപ്പറായിട്ടുണ്ടോ മക്കളെ. മുത്തുമണികളെ, അതാണ് അയ്യപ്പൻ്റെ അമ്പലം. പാടങ്ങൾ കണ്ടോ. കുറേ നട്ടിട്ടുണ്ട് കേട്ടോ. പാടങ്ങളൊക്കെ കുറേ നട്ട് കഴിഞ്ഞു. ഇനി കുറേ നടാനുണ്ട്. കുറേ സ്ഥലങ്ങളിൽ വെള്ളമില്ല, അപ്പോൾ അതുകൊണ്ട് നട്ടിട്ടില്ല. കുറേ സ്ഥലങ്ങളിൽ വെള്ളം വന്നപ്പോൾ നട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ പോകുന്നു. ഇതൊക്കെയാണ് റോഡും കാര്യങ്ങളൊക്കെ. ഇതിലൂടെയാണ് ഞങ്ങൾ ബസ് യാത്ര കേട്ടോ. ഈ റോഡിലൂടെയാണ് ബസ്സൊക്കെ പോകുന്നത്. അങ്ങനെ കുന്നൊക്കെ താണ്ടി നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു കടയുണ്ട്. കടയൊക്കെ അങ്ങനെ ഫ്ലെക്സ് കണ്ടോ. അർജൻറ്റീന എൻ്റെ മാത്രം അർജൻറ്റീന. ബ്രസീലിൻ്റെ കണ്ടോ വലിയ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ഞാൻ അർജൻറ്റീന ഫാനാണ് കേട്ടോ. മെസ്സി ഫാനാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണ് കേട്ടോ. കാടൊക്കെ കണ്ടോ. നല്ല ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വന്ന് കണ്ടാൽ തന്നെ അത് അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണ് മയിൽ സങ്കേതം എന്നൊക്കെ പറയുന്ന കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. മയിൽ സങ്കേതം പറഞ്ഞാൽ മയിലുകളൊക്കെ നിറയെ ഉണ്ട്. ഇഷ്ടം പോലെ മയിലുകളുണ്ട്. അപ്പം അതിനെ മയിൽ സങ്കേതം എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും മയിൽ സങ്കേതം എന്ന്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുന്നുകൾ കയറുന്നു. കാടുകൾ കണ്ടോ. ആ ഭാഗം ഈ ഭാഗം മൊത്തം കാടുകളാണ്. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ റോഡ്. നല്ല രസമില്ലേ ഇത് കാണാൻ. നല്ല അടിപൊളി സ്ഥലമല്ലേ. അല്ലെങ്കിൽ അല്ലാന്ന് പറയണേ മെസ്സേജിൽ. സ്ഥലം ഇഷ്ടമല്ലെങ്കിൽ സ്ഥലം ഇഷ്ടമായില്ല എന്ന് മെസ്സേജിൽ നമ്മൾ പറയണേ. കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്തായാലും സ്ഥലം കണ്ടില്ലേ, സൂപ്പർ സ്ഥലമല്ലേ മക്കളെ. ഒരു കൊച്ചു പോകുന്നുണ്ട്. കൊച്ചിന് ഞങ്ങൾ ടാറ്റ കൊടുത്തപ്പോൾ ആ കൊച്ചു ബാക്കിലിരുന്ന് അമ്മയും ഹായ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. കണ്ടോ എന്ത് സ്പീഡിലാണ് പോകുന്നേ ആ വണ്ടി. ഒന്ന് ശ്രദ്ധിച്ച് പോണേ. ബാക്കിൽ മോളെ ഒന്ന് ശ്രദ്ധിക്കണേ. മോളാണെങ്കിൽ 2 കാലം അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ടിട്ടാണ് പോകുന്നത്. അയ്യോ, നമുക്ക് തന്നെ കണ്ടിട്ട് പേടിയായി. ആ ചേച്ചിയാണെങ്കിൽ എന്ത് സ്പീഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്, ഒന്നും പറയാനില്ല. ഞങ്ങൾ അവിടെ നിർത്തി. മയിലുകൾ പോകുന്നുണ്ടോ. മയിലുകൾ പോകുന്നുണ്ടോ. 2 മയിലുകൾ ഓടി ചാടി പോകുന്നുണ്ടോ. ഞങ്ങളപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് അവർ പോയി. അവരിപ്പോൾ കാണാം. കുന്നിൻ്റെ അവിടെ കണ്ടോ 2 മയിലുകൾ. പെൺമയിലാണ് കേട്ടോ. പെടകൾ. അതവർ അങ്ങനെ ചോട്ടിക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതാണ് കാട് കേട്ടോ. കാട് കണ്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ കാട്.
ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കുറച്ച് ഷൂട്ടിംഗ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനും മോളും കൂടി ഇറങ്ങി ഇതൊക്കെയാണ് കാടുകൾ. ഓക്കെ, ഇതാണ്ടോ, കണ്ടോ, കാടാണ്, സൂപ്പർ കാടാണ് കേട്ടോ. നമ്മുടെ വലിയൊരു കാടാണ്, ഏകദേശം എന്താ പറയുക, എത്ര ഏക്കറെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയും വലിയ കാടാണ്. ഞങ്ങളപ്പം ഇങ്ങനെ എടുത്തു. മോള് നടന്നു വന്ന് ഞങ്ങളിനി തിരിച്ച് റേഷൻ കടയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മോള് നടന്ന് വരുന്നു. വന്നുകൊണ്ടിരിക്കുന്നു അവൾ. അവൾക്കാണെങ്കിൽ ഫോട്ടോ എടുക്കണം, എന്താണ് അവൾക്ക് എന്താ പറയുക, അവിടെ നിന്ന് വരാനേ തോന്നുന്നില്ല അവൾക്ക്. ഞാൻ വിളിച്ചിട്ട് വരുന്നതാണ് കണ്ടോ. ഞങ്ങളെ കുറച്ച് അവിടെ നിന്ന് റീൽസൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ നാളെ നമുക്ക് റീൽസിൽ കാണാം, ഈ വീഡിയോസൊക്കെ കേട്ടോ. കണ്ടോ, വീഡിയോസ് എടുക്കുവാണ്. ഞങ്ങളിനിയിപ്പോൾ ഇറങ്ങണം, അവിടെ നിന്ന് പോകണം. പോയിക്കൊണ്ട് ഇനിയിപ്പോൾ റേഷൻ കടയ്ക്ക് പോയി സാധനം വാങ്ങി അങ്ങനെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ശരി, ഞങ്ങളിത് യാത്ര ഇനി ആരംഭിക്കാൻ പോകുന്നു വീട്ടിലോട്ട്. അപ്പോൾ ഓക്കെ ബായ് എന്ന് പറഞ്ഞ് മോളും പോകുന്നു, ഞാനും ഇറങ്ങി. നമ്മളിനി ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇനി റേഷൻ കടയ്ക്ക് പോകണം. റേഷൻ കടയിൽ പോയി ഇനി എന്താ പറയുക, അപ്പോഴേക്കും ഞങ്ങൾക്ക് പാല് വാങ്ങണമായിരുന്നു വീട്ടിലോട്ട്. പാല് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ നിർത്തി. ഇതാണ് ഒരു കൊച്ചു കടയാണ് കേട്ടോ. ആ ചേട്ടൻ, ഞങ്ങളെപ്പോഴും ഈ വഴി പോകുമ്പോൾ ഈ ചേട്ടൻ്റെ കടയിൽ കയറാറ്. അപ്പോൾ കണ്ടോ, ചേട്ടനെ കണ്ടോ, ചേട്ടനെ കാണും, ഇപ്പോൾ കാണും കേട്ടോ. പാലെടുക്കാൻ പോയിരിക്കുവാ ചേട്ടൻ. അപ്പോൾ ഒരു പാല്, ഒരു ബ്രെഡ്, ഇതെല്ലാം വാങ്ങി ഞങ്ങളങ്ങനെ റേഷൻ കടയിൽ പോയി ഇനി അരിയൊക്കെ വാങ്ങി വീട്ടിലോട്ട് പോകണം. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുണ്ടാണ്. ചേട്ടൻ ഉള്ളിലോട്ട് പോയിരിക്കുവാ പാലെടുക്കാൻ വേണ്ടി. പാലെടുത്തോണ്ട് ഇപ്പം വരും ചേട്ടൻ വന്ന് എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ. പാലെടുത്തിട്ട് ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പാല് വേണം, ഒരു പാക്കറ്റ് ബ്രെഡ് വേണം, മോന് ബ്രെഡ് വേണമെന്ന് പറഞ്ഞു. അപ്പം ബ്രെഡും കൂടി വാങ്ങിയിട്ട് നമ്മൾ പോവാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുവാന്ന്. ചേട്ടൻ ബ്രെഡ് എടുക്കുവാന്ന്. ചേട്ടൻ ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ കയ്യിലോട്ട് തരുന്നുണ്ട്, ഡേറ്റ് നോക്കാൻ പറഞ്ഞ്. ഡേറ്റ് നോക്കി, ജൂലൈ 30 വരെ ഉണ്ട് ഡേറ്റൊക്കെ, കുഴപ്പമില്ല. അപ്പം ശരി, ഇനിയിപ്പോൾ അതും വാങ്ങി ഇനി മോൻ പോവാണ് കേട്ടോ. പൈസയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണ്ടേ, പൈസ GPayയിലാണ്. അപ്പോൾ ഫോണ് വീഡിയോസ് കട്ട് ചെയ്ത് നമ്മൾ GPay ഒക്കെ ചെയ്ത് ഡേറ്റ് ഉണ്ട്, കുഴപ്പമില്ല. 30-ാം തീയതി വരെ ഉണ്ട്, ജൂലൈ 30 വരെ ഉണ്ട് കേട്ടോ ഒരു പാക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതും വാങ്ങി. പിന്നെന്തോ പറഞ്ഞ് ഇല്ല, ആ ചേട്ടൻ കവർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. കവറെടുത്ത് കവറിൽ ഞങ്ങൾ പാലും അതിലിടാമെന്ന് വെച്ചിട്ട് നിൽക്കുവാണ്. പാലെടുത്ത് കാണിക്കുന്നത് മിൽമ പാലാണ് കേട്ടോ. മിൽമയാണ് ഉപയോഗിക്കാറ്. ഇല്ല, ഞങ്ങൾ പശുവും പാലാണ് ഉപയോഗിക്കാറ്. ആ പശു പാല് തരുന്ന ചേച്ചി ഇവിടെ ഇല്ല. ചേച്ചിയുടെ അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് ഇപ്പം അത്യാവശ്യത്തിന് നമുക്ക് പാല് വേണമല്ലോ. അപ്പം മിൽമ പാല് വാങ്ങിയത്. ആ കടയാണ് കേട്ടോ. കട കണ്ടോ, ഇതാണ് കട. ഇനി പൈസ കൊടുത്തിട്ടുണ്ട്, ബാക്കി പൈസ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ പൈസയും കൂടി വാങ്ങിയിട്ട് അങ്ങോട്ട് പോവാമെന്ന് വെച്ചിട്ട് ഇരിക്കുവാണ്. ആ ചേട്ടൻ പൈസ ചില്ലറ എടുക്കാൻ പോയിരിക്കുകയാണ്. ചില്ലറയും കൊണ്ട് ഇപ്പം വരും. എന്നിട്ട് ആ ചില്ലറയും വാങ്ങി നമുക്കിനി റേഷൻ കടയിലോട്ട് പോയി അരിയും വാങ്ങി വീട്ടിലോട്ട് പോകണം. അപ്പോൾ ചേട്ടൻ, എവിടെ ചേട്ടാ, വേഗം വരൂ ചേട്ടാ, നമുക്ക് സമയമാവുന്നു ചേട്ടാ, ഇരുട്ടായി തുടങ്ങിയിട്ടോ. അതുകൊണ്ടാണ് ധൃതി പിടിക്കേണ്ട. ഒരു നായക്കുട്ടൻ കണ്ടോ അവിടെ കിടന്ന് തിരിയുന്നുണ്ട് ആ റോട്ടിൽ. ആ നായക്കുട്ടനെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഒരു പാക്കറ്റ് മാവും കൂടി വാങ്ങി നാളേക്ക് മാവ് വാങ്ങി, ബാക്കി പൈസയും വാങ്ങി. ഞങ്ങളങ്ങനെ ഇതുണ്ടോ ഫ്ലെക്സ്, അങ്ങനെ പാടങ്ങൾ കണ്ടോ, കുറേ പാടങ്ങളൊക്കെ നടാനുണ്ട് കേട്ടോ. ഒക്കെ വെള്ളം സെറ്റായി, ഒക്കെ കണ്ടൊക്കെ നിരത്തി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായി. ദൂരെ കാണുന്നുണ്ടോ, ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കാണുന്ന ശിവക്ഷേത്രം എന്ന് പറഞ്ഞില്ല, അതാണ് ആ ശിവക്ഷേത്രം. വീടിന് അടുത്തുള്ളൊരു ശിവക്ഷേത്രമാണ് കേട്ടോ. ഫ്ലെക്സ് എന്ന് പറഞ്ഞാലും പോലെ എൻ്റെ പൊന്നീ, അത്രയും അടിപൊളി ഫ്ലെക്സുകളാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല, അത്രയും ഫാനാണ് ഇവിടെ, ഫുട്ബോൾ ഫാൻ. നമ്മൾ റേഷൻ കടയിൽ എത്തിയിട്ടോ. റേഷൻ കടയിൽ തിരക്കുണ്ട്. അപ്പോൾ അവരുടെ കാര്യമായിട്ട് 2-3 പേരുണ്ട് അവിടെ. അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകണമെങ്കിൽ. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റേഷൻ കടയിൽ കയറി ഇനിയിപ്പോൾ നമ്മളന്ന് കയ്യൊക്കെ വെക്കണം. നമുക്ക് ഇതുണ്ടോയെന്ന് അറിയില്ല. കറണ്ട് ഉണ്ട്, അതുകൊണ്ട് സമാധാനം. അപ്പോൾ വേഗം നമ്മൾ കൈ വെച്ച് സെറ്റായി കഴിഞ്ഞാൽ നെറ്റ് പ്രശ്നമില്ലെങ്കിൽ വേഗം കിട്ടും. നെറ്റ് പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വരും. അപ്പോൾ റേഷൻ കടയിൽ കയറുന്നു. ആ ചേട്ടൻ അരി എടുത്തുകൊണ്ടിരിക്കുവാണ്. വേറെ ആർക്കോ അരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരി എടുത്ത് ഇനി വീട്ടിലോട്ട് പോകണമെങ്കിൽ. അപ്പോൾ കുറേ പേര് അരിയൊക്കെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരാൾ അരി വാങ്ങുന്നു. ആ ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോഴേക്ക് മണ്ണെണ്ണയ്ക്ക് ഒരു ചേച്ചി വന്നു. ആ ചേച്ചിക്ക് മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കാര്യം നോക്കണമെങ്കിൽ. ഒന്നും പറയണ്ട. അപ്പം പിന്നെ വൈകുമോ എന്നറിയില്ല. വീട്ടിലാണെങ്കിൽ ഒരു ജോലി ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഓടി വന്നതാണ്. സമയവുമായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നോക്കാം. ആ ചേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ
ഇതാ ഞങ്ങൾ റേഷൻ കടയിൽ കൈ വയ്ക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാണ്. കൈ വെക്കണം, കൈ വെച്ച് അരി വാങ്ങണം. അരി, ഗോതമ്പ് മാവ് എല്ലാം വാങ്ങണം. ഇവിടുത്തെ ഗോതമ്പ് പൊടി സൂപ്പറാണ് കേട്ടോ. അപ്പോഴാണ് അതാ മോള് പിന്നെയും ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ പിന്നെയും അതാ വണ്ടിയിലിരുന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യാൻ വന്നത്. അത് ഓക്കെ കഴിഞ്ഞു കേട്ടോ. അവിടുത്തെ ആൾക്കാരൊക്കെ പോയെന്ന്, ഏകദേശം എല്ലാവരും പോയി. അപ്പം നമ്മളിനി കൈ വയ്ക്കുക. നെറ്റുണ്ട്, പ്രശ്നമില്ല. കൈ വെച്ച് അരിയൊക്കെ വാങ്ങണം. ആ ചേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, ബില്ലിട്ടിട്ട് നമുക്കിനി കൈ വെച്ച് അതാ കൈ വയ്ക്കുവാണ്. കൈ വെച്ച് അരിയൊക്കെ വാങ്ങി സെറ്റായി അങ്ങനെ പോകണം. അരി പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അതാ മണ്ണെണ്ണ കിട്ടി. മണ്ണെണ്ണ 1/2 ലിറ്ററുള്ളൂ. ഇതാ ഗോതമ്പ് പൊടി കിട്ടി. അരി ആ ചേട്ടൻ എടുക്കുന്ന തത്രപ്പാടിലാണ്. അപ്പോൾ ആ ചേട്ടൻ അരി എടുക്കട്ടെ. അയ്യോ, എനിക്ക് ഒരു കാര്യം പറഞ്ഞ ചേട്ടനോട് 2 ചാക്ക് വാങ്ങാൻ പറഞ്ഞു. മഴക്കാലമല്ലേ, ഈ ചാക്കുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ വെള്ളമൊക്കെ തുടച്ച് നന്നായി പോവും. മഴക്കാലത്ത് ഈ ചാക്കാണ് ബെറ്റർ. നമ്മുടെ ചവിട്ടിയൊക്കെ വേസ്റ്റാണ്. ഈ ചാക്കുണ്ടെങ്കിൽ മഴക്കാലത്ത് നല്ലതാണ്. ആ ചാക്ക് വാങ്ങാൻ മറന്നുപോയേ. പച്ചരി കിട്ടിട്ടോ, പച്ചരി വാങ്ങി. പിന്നെ വേറെ അരിയും കൂടി വാങ്ങണം. അതാ ചേട്ടൻ എടുക്കുന്നുണ്ട്. ചേട്ടൻ എടുത്ത് ആ അരി സെറ്റ് ചെയ്താൽ നമുക്ക് ഓക്കെ, എല്ലാം കഴിഞ്ഞു പരിപാടി. അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതം അല്ലേ. റേഷനരി, നമ്മൾ പണ്ടൊക്കെ റേഷനരി കഴിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ? അന്നത്തെ റേഷനരി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴത്തെ റേഷനരി സൂപ്പറാണ് കേട്ടോ. ചോറ് വെക്കാനും എല്ലാത്തിനും സൂപ്പറാണ്. കഴിഞ്ഞു കേട്ടോ. ഞങ്ങളിതാ വീട്ടിലോട്ട് പോവുകയാണ്. ഇതാ അരി കിട്ടി. ഞങ്ങളിനി വീട്ടിലോട്ട് അരി കിട്ടി, ഇനി വീട്ടിലോട്ട് പോവുകയാണ്. കഴിഞ്ഞു ബസ് കഴിഞ്ഞു. ഇനി ഇതാ നമ്മളെ കെട്ടി മോളെ ഒരു ചാക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞു കേട്ടോ ഗേസ്. ബൈ.